നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ചിലവരെ നമ്മളെ ഫേവററ്റ് ലിസ്റ്റിലോട്ട് ആക്കിയിടണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. ഈ ഫേവററ്റ് ലിസ്റ്റിലോട്ട് വാട്സപ്പിൽ നിന്ന് നമുക്ക് കോണ്ടാക്റ്റുകൾ എത്ര കോണ്ടാക്റ്റ് വേണോ അൺലിമിറ്റഡായിട്ട് ആക്കിയിടാൻ സാധിക്കും. അപ്പോൾ ഇത് അറിയാമെന്നുള്ളൊരു ഒരുപാട് പേര് കാണുമായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അറിയാമെന്നുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അറിഞ്ഞൂടാത്തവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരമായിരിക്കും. നമുക്ക് ഗ്രൂപ്പിൽ ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. നമുക്ക് എത്ര സാധാരണ പേഴ്സണൽ ചാറ്റ് വേണോ നമുക്ക് ഇങ്ങനെ നമ്മളെ ഫേവററ്റ് ലിസ്റ്റിലോട്ട് ആക്കിയിടാൻ സാധിക്കും. അങ്ങനെ ഒരു ഫോൾഡർ എന്നെ വാട്സപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിപ്പോൾ എല്ലാം റീഫ്രഷ് ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം ഏതെങ്കിലും ഒരു ചാറ്റ് എടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് ലോം പ്രസ് ചെയ്യുക. ഞാൻ വേറെ ഏതെങ്കിലും ഒരു ചാറ്റ് എടുക്കുകയാണ്. വേറെ ഏത് ചാറ്റ് ഒന്നും ചാറ്റ്. ശേഷം ഇവിടെ ഒന്നല്ലെങ്കിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ടു ഫേവറേറ്റ്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ഫേവറേറ്റ്സിലോട്ട് ആഡാവുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതവിടെ ആഡായിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഇതിൽ 2-3 ഓപ്ഷനുണ്ട് നമുക്ക് ഫേവററ്റ് ലിസ്റ്റിലാക്കാൻ. അതും കൂടെ പറഞ്ഞു തന്നിട്ട് അതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞു തരാം. ഞാൻ വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. രണ്ടാമത്തെ രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് എടുക്കുക. ഞാനിപ്പോൾ ഒരു ചാറ്റ് എടുക്കുകയാണ്. ഏത് ചാറ്റ്? ഓക്കെ, ഞാനിപ്പോൾ ഒരു ചാറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ മുകളിലത്തെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ടു ഫേവററ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ ഇതിലോട്ട് ആഡായി കാണും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ ചാറ്റും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ വളരെ 2 രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫേവററ്റ് നമ്മളെ ഇഷ്ടമുള്ളവരെ ഫേവററ്റ് ആക്കി ഇടാൻ പറ്റുന്ന ഓപ്ഷൻ വാട്സപ്പിൽ നേരത്തെ തന്നെ വന്നതാണ്. ഞാനിത് പറഞ്ഞതുപോലെ ഇത് അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണുമായിരിക്കും. ഇപ്പോഴും അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ. ഇനി അത് മാറ്റണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് ആ 2 രീതികൾ. ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ചാറ്റിൻ്റെ അവിടെ നേരത്തെ പോയതുപോലെ കൊടുത്തിട്ട് ഇവിടെ റിമൂവ് യുവർ ഫേവററ്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീണ്ടും ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ പോവുക. ഇവിടെ പോയതിന് ശേഷം റിമൂവ് യുവർ ഫേവററ്റ് ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആവുന്നതാണ്. പിന്നെ നമുക്ക് ഫേവററ്റ് ആക്കിയിടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 ഓപ്ഷനും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിത് വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ഇപ്പോൾ കമൻ്റായിട്ട് വരും. ഇപ്പോൾ എനിക്കതാണ്, ഇപ്പോൾ നല്ല കമൻസും വരാറുണ്ട്, ചീത്ത കമൻസും വരാറുണ്ട്. കുറേ പേര് ഇങ്ങനെ നമുക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ ഞാൻ അറിയാത്തവർക്ക് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അങ്ങനെ ഇനി വേറെ കമൻസായിട്ട് വന്നാൽ ഞാൻ മറുപടി കൊടുത്തിട്ട് ഞാൻ കമൻസിനെ തന്നെ റിമൂവ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, കുറേ എണ്ണമുണ്ട്. ഇന്നാൾ എനിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളവരെ ഫേവററ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യേണ്ട 2 രീതികൾ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം ലഭിക്കാൻ
ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെ നഷ്ടം കൊടുക്കുക. എങ്കിൽ മാത്രമേ ആയിരുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.